ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാങ്ങാക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മാങ്ങയൊക്കെ ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചെറിയ ഉള്ളിയാണ്, പിന്നെ പച്ചമുളക് വേണം. ഞാനിവിടെ 3 ചെറിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുത്തതാണ്. മിക്സിയുടെ ജാറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലോട്ടായിട്ട് കുറച്ച് തേങ്ങയുടെ അരപ്പ് വേണം. അപ്പോൾ അതിൽ കുറച്ച് തേങ്ങ, ഒരു കൈപ്പിടിയോളം തേങ്ങ മാത്രമാണ് ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടാകുമ്പോൾ നമുക്ക് കടുക് വറുത്തെടുക്കാം. ഈ കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി നുറുക്കിയില്ലേ അതും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ചെറിയുള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി നമുക്ക് വേണമെങ്കിൽ നുറുക്കിയിട്ടാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത് എന്തായാലും വെന്തലിയാനുള്ള സാധനമായതുകൊണ്ടാണ് ഞാൻ നുറുക്കിയിടാഞ്ഞത്, അരിഞ്ഞ് ഇടാഞ്ഞത്. പെട്ടെന്ന് തന്നെ വാടിക്കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി, നമുക്ക് എത്രയാണ് കറിക്ക് ആവശ്യമായിട്ട് അത്ര ഉപ്പ് ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ അത്രയും ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വളരെ സിമ്മിൽ ഫ്ലെയിം വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ആ ഉള്ളിയൊക്കെ ഒന്ന് വെന്തുടയണ വരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കും. അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് ഇങ്ങനെ വെന്ത് തൊണ്ടക്കിതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലോട്ട് കുറച്ച് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, രണ്ട് ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ കഷ്ണങ്ങൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ട് വേവാൻ മാത്രമുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കൊരു 5 to 8 മിനിറ്റ് വരെ നമുക്കൊന്ന് മാങ്ങയൊക്കെ ഒന്ന് വെന്താൽ മതി. ഒരുപാട് ഉടയണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പാലൊഴിച്ച് കൊടുക്കാനുള്ളതാണ്, തേങ്ങയുടെ അരപ്പ് ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഏകദേശം ഈ ഒരു സ്റ്റേജ് ആയപ്പോൾ ഞാൻ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പില്ലേ, അപ്പോൾ അത് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ തേങ്ങ അരച്ചിട്ടുള്ള മാങ്ങാക്കറി ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് ചെമ്മീനൊക്കെ കിട്ടുകയാണെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വേവിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ഈ ഒരു കുഞ്ഞ് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫാമിലിയിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.